ഡോക്ടർ, ഞാൻ 6 മാസമായിട്ട് മുന്നോട്ട് കുനിഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റീസും ചെയ്യാറില്ല. നടുവേദന വരുന്ന പല കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുത്തു. ഇതെല്ലാം ചെയ്തിട്ടും നടുവേദനയ്ക്ക് കാര്യമായിട്ട് മാറ്റം ഒന്നും വരുന്നില്ല. ഇങ്ങനെ പറയുന്ന ധാരാളം പേരെ ഞാൻ OPD കാണാറുണ്ട്. ഇത് വളരെ സാധാരണയായിട്ട് നമ്മൾ കേട്ടുവരുന്ന നട്ടെല്ലിനെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ നട്ടെല്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കുനിയാനും നിവരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആളുകൾക്കിടയിൽ നടുവേദനയ്ക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം തേയ്മാനം കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണ്. ഈ അവസ്ഥയിൽ നമ്മൾ തീരെ കുനിയാതിരിക്കുകയോ നമ്മുടെ റുട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്നും മാറി നിൽക്കുകയും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഒന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേശികൾ കൂടുതലായിട്ട് ദുർബലപ്പെടുകയും ജോയിന്റുകൾ സ്റ്റിഫായി പോവുകയും നട്ടെല്ലിനുള്ള വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി കുറയുകയും ആണ് സംഭവിക്കുക. ഇതുമൂലം നടുവിന്റെ വേദന കുറയുന്നതിന് പകരം കൂടാനാണ് സാധ്യത. ഉദാഹരണത്തിന്, നിങ്ങളുടെ കൈ ഒരു ഫ്രാക്ചർ സംഭവിച്ച് പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിക്കുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം പ്ലാസ്റ്റർ എടുത്ത് മാറ്റുന്ന സമയത്ത് കൈ സ്റ്റിഫായിരിക്കും, കയ്യിലെ മൂവ്മെന്റ്സ് കുറവായിരിക്കും, മാത്രമല്ല ബലക്കുറവും അനുഭവപ്പെടും. ഇതേ അവസ്ഥയാണ് നട്ടെല്ലിലും സംഭവിക്കുന്നത്. നിങ്ങളുടെ നട്ടെല്ലിന് ചുറ്റുമുള്ള മസിലുകൾ ഒട്ടും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ മസിലുകൾ ക്ഷയിച്ചു പോവുകയും നട്ടെല്ലിന്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതേ അവസ്ഥയാണ് നമ്മൾ ഒരുപാട് നാള് ബെഡ് റെസ്റ്റ് എടുത്താലും സംഭവിക്കുന്നത്. നടുവേദന ശക്തമായിട്ടുള്ള 1-2 ദിവസങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നട്ടെല്ലിന് ബലക്ഷയം സംഭവിക്കുവാനാണ് സാധ്യത. നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടും ഫിറ്റ് ആയിട്ടിരിക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസുകൾ അല്ലെങ്കിൽ വ്യായാമം നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് മാറ്റണം. നടത്തം അല്ലെങ്കിൽ സ്വിമ്മിങ് ഇതുപോലുള്ള എയറോബിക് എക്സസൈസുകൾ റെഗുലർ ആയിട്ട് ചെയ്യണം. മുന്നോട്ട് കുനിയുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഒരുപാട് ഹെവി വെയ്റ്റ്സ് മുന്നോട്ട് കുനിഞ്ഞ് ലിഫ്റ്റ് ചെയ്യുന്നത് മാത്രം ഒഴിവാക്കണം. നട്ടെല്ലിനെ ബാധിക്കുന്ന തേയ്മാനം കൊണ്ടുണ്ടാവുന്ന നടുവേദനയ്ക്ക് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് എക്സസൈസുകളായിരിക്കും. വ്യായാമം ചെയ്യുന്നത് ഏത് പ്രായത്തിലും പേശികളെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. അതുവഴി നടുവേദനയെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കുവാനും സാധിക്കും.